ക്യാമ്പിൽ പങ്കെടുത്ത 70 വിദ്യാർത്ഥികൾക്കാണ് ഭക്ഷ്യവിഷബാധയുണ്ടായിരിക്കുന്നത്. കുട്ടികളെ കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. രക്ഷിതാക്കൾ എത്തി സംഘർഷാവസ്ഥയായതിനെ തുടർന്ന് അഞ്ജിത, എന്താണ് നിലവിൽ ഈ കുട്ടികളുടെ ആരോഗ്യസ്ഥിതി? സംഘർഷാവസ്ഥയുണ്ടായിരുന്നു ക്യാമ്പിന്റെ സ്ഥലത്ത്, അവിടെയും സ്ഥിതി എന്താണ്? ഇപ്പോൾ ആ ഭാഗത്താണ് ആൺകുട്ടികളുള്ള, അതായത് ആൺകുട്ടികളെ താമസിപ്പിച്ചത് അവിടെയാണ്. ഇവിടെയാണ് പെൺകുട്ടികളെ താമസിപ്പിച്ചതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ ഇവിടെയുള്ള പെൺകുട്ടികൾ ഇപ്പോഴും ഇവിടെ തുടരുന്നുണ്ടെന്നാണ് സമീപവാസികൾ വ്യക്തമാക്കുന്നത്. അതായത് ആശുപത്രിയിൽ നിന്നും, അതായത് ഇവിടെ നിന്നും ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായതിനെ തുടർന്ന് കുട്ടികളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമാണുള്ളത്. ആ ഭാഗത്തുള്ള ആൺകുട്ടികളെയാണ് നമ്മൾ അല്പം മുമ്പ് കണ്ടത്. പെൺകുട്ടികളുള്ളത് ഈ ഭാഗത്താണെന്ന് അറിയാൻ കഴിഞ്ഞത്. അതിനാലാണ് ഇങ്ങോട്ടേക്ക് എത്തുന്നത്. പക്ഷേ ഇവിടെ ഇപ്പോൾ, അതായത് കുട്ടികൾ ഈ ഇതിനുള്ളിലുണ്ടോ എന്ന കാര്യം വ്യക്തമല്ല. നിലവിലിപ്പോൾ കുട്ടികളെ വീണ്ടും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നുണ്ടെന്നാണ് സമീപവാസികൾ വ്യക്തമാക്കുന്നത്. ഇവിടെയായിരുന്നു പാചകം നടന്നിരുന്നത്. ഇവിടെ വെച്ചാണ് കുട്ടികൾക്ക്, അതായത് 518 കുട്ടികൾ പങ്കെടുത്ത ക്യാമ്പിൽ ഭക്ഷണം പാകം ചെയ്തതെന്നാണ് അറിയുന്നത്. ഇവിടെ നിന്നും ഇപ്പോൾ സമീപവാസികളെല്ലാം ഇവിടെ തന്നെയുണ്ട്. അതായത് പെൺകുട്ടികൾ ഏത് ഭാഗത്താണുള്ളത്, ഇവരെ എങ്ങോട്ടേക്കാണ് കൊണ്ടുപോകുന്നതെന്ന് അറിയാനാണ് ഇവിടേക്ക് എത്തിയത്. മോളെ, എന്താ ഉണ്ടായത്? എന്താ ഉണ്ടായത്? എങ്ങനെ നിങ്ങൾ അറിഞ്ഞു? ഞങ്ങളിപ്പോൾ ഇത് ന്യൂസ് കണ്ടാ അറിഞ്ഞത്. മകൾക്ക് എന്തെങ്കിലും എങ്ങനെയായിരുന്നു? അതായത് ആൺകുട്ടികളൊക്കെ ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിച്ചു, ഇവിടുന്ന് ഉപദ്രവിക്കുന്നുണ്ടോ? ഇല്ല. ഭക്ഷണം കഴിച്ചില്ല? എന്തെങ്കിലും അറിയില്ല. എന്തെങ്കിലും പ്രശ്നം? ഇല്ല, കുഴപ്പമില്ല. പെൺകുട്ടികളൊക്കെയാണ് ഇവിടെ താമസിച്ചത്. ഇവർ ഭയന്നിട്ടാണോ എന്നറിയില്ല, വ്യക്തമായിട്ട് മറുപടി പറയാതെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ കൂടുതൽ പെൺകുട്ടികളെ ഈ ഭാഗത്താണ് താമസിച്ചത്. ഇവിടുന്ന് ഇപ്പോഴും ആംബുലൻസിൽ കുട്ടികളെ കൊണ്ടുപോകുന്നുണ്ടെന്നാണ് അറിയിക്കുന്നത്. മോളെ ക്യാമ്പിൽ പങ്കെടുത്തയാണോ? എന്തെങ്കിലും ബുദ്ധിമുട്ട്? ഇല്ല, ഞങ്ങൾ റിലീവ് മാത്രമേ, വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. പെട്ടെന്ന് ഇങ്ങനെ റിലീവ് ചെയ്യാണ് ക്യാമ്പ് പിരിച്ചു? ചില പേരൻസ് എല്ലാവരും വന്ന് കൊണ്ടുപോകണമെന്ന് പറഞ്ഞാൽ അവരോട് നിന്ന്. മോൾക്ക് എന്തെങ്കിലും ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. ആർക്കെങ്കിലും അടുത്തുള്ള സുഹൃത്തുക്കൾക്ക് ആർക്കെങ്കിലും? അവര് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ആർക്കൊക്കെ, അതായത് ഏത് രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടായി? ഛർദി. ഭക്ഷണം കഴിച്ചിരുന്നാണോ? ഭക്ഷണം പറഞ്ഞില്ല ആരും. ഒരുപാട് പേരെ കൊണ്ടുപോയിട്ടുണ്ട്. കൊണ്ടുപോയി. ഇത് ഇവിടെയാണ് പെൺകുട്ടികളെ താമസിപ്പിച്ചത്. അപ്പുറത്തെ ഭാഗത്തായിരുന്നു ആൺകുട്ടികൾ ഉണ്ടായിരുന്നത്. ആൺകുട്ടികൾക്കായിരുന്നു ക്രൂരമായിട്ടുള്ള ഈ ഇത്തരത്തിലുള്ള അടിക്കുകയും മർദ്ദിക്കുകയും ചെയ്തതെന്നാണ് വ്യക്തമാക്കിയത്. പെൺകുട്ടികൾ ഇവിടുന്ന് ഇപ്പോൾ പെൺകുട്ടികളൊക്കെ രക്ഷിതാക്കൾ എത്തിക്കൊണ്ട് ഇവിടെ നിന്ന് കൊണ്ടുപോവുകയാണ്. ഇവിടേക്ക് കൂടുതൽ, അതായത് ഒരുപാട് പെൺകുട്ടികളെ ഇവിടെ നിന്നും ആശുപത്രിയിൽ കൊണ്ടുപോയെന്നാണ് അറിഞ്ഞത്. ഇവിടെ ഇപ്പോൾ രക്ഷിതാക്കളൊക്കെ എത്തിയിട്ടുണ്ട്. ക്യാമ്പ് റിലീവ് ചെയ്യുകയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് രക്ഷിതാക്കളെ വിളിച്ചു വരുത്തിയത്. ഈ പെൺകുട്ടികൾ, അതായത് ഇവിടെയുള്ള കുട്ടികൾക്കും ഇത്തരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. ഛർദി പോലുള്ള ബുദ്ധിമുട്ടുകളും തലക്കനവും തലചുറ്റവും ഉണ്ടായതിനെ തുടർന്നാണ് ഇന്നിവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. മോൾക്ക് എന്തെങ്കിലും ശാരീരിക ബുദ്ധിമുട്ടുണ്ടായിരുന്നു? ഇല്ല, ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നു. കുട്ടികൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ചെറുതായിട്ട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇപ്പം എല്ലാവരും ഓക്കെ ആയി, ഹോസ്പിറ്റലൈസ്ഡായിരുന്നു. ഇപ്പം റെഡിയായി, കുഴപ്പമൊന്നുമില്ല. ആൺകുട്ടികളുള്ള അവിടെയാണല്ലോ താമസിപ്പിച്ചത്. അവരവിടെ നിന്ന് അവരെ ഉപദ്രവിച്ചു എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു? ഇല്ല, നമുക്കതിനെപ്പറ്റി, നമ്മളിവിടെ അവരവിടെ അങ്ങനെയാണ്. അപ്പോൾ നമുക്കതിനെപ്പറ്റിയൊന്നും കറക്റ്റായിട്ട് ഇൻഫോം ഒന്നും ഇല്ല. നമ്മൾക്കൊന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല, അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. എന്തായിരുന്നു ഭക്ഷണം? എന്തായിരുന്നു? സാധാ ഫുഡാണ്, സാധാ നമ്മൾ വീട്ടിൽ കഴിക്കുന്ന ഫുഡ് തന്നെയാണ്. നമുക്ക് എന്താ ഫുഡ് പോയിസന്റെ കാരണം നമുക്ക് ഇതുവരെ അറിയത്തില്ല. ഞങ്ങൾ ഇവിടുത്തെ കൗൺസിലർമാരാ. ഈ കൗൺസിലർ ഇവിടുന്ന് വീഡിയോ എടുത്തു. ആ വീഡിയോ എടുത്തത് ഇതാ ലേഡി അത് ഡിലീറ്റ് ചെയ്യിച്ചു. ഇവിടെ കുട്ടികൾ വീഡിയോ എടുത്തതിന് പോലും അവർ ഭയങ്കര ഹറാസ് ചെയ്തു കുട്ടികളാ. എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇത് വലിയൊരു ഭീകരാവസ്ഥയാണിത്. കാരണം ഇത് ഞാനിവിടെ വന്ന് കയറുമ്പോൾ കാണുന്ന അവസ്ഥ, കുട്ടികൾ ഭയങ്കര പ്രയാസത്തിലാണ്. ഇവിടെ രക്ഷിതാക്കൾ പറഞ്ഞത് കുട്ടികൾ വിളിച്ചു പറയുന്നു, ഇവിടെ കുട്ടികളെ ഇടിമുറി കയറ്റി ഇടിക്കുന്നു എന്ന് പറയുന്ന തരത്തിൽ വരെ ഇവിടെ ചർച്ചകൾ നടന്നു. അതിനുശേഷമാണ് ഞങ്ങളിവിടെ എത്തുന്നത്. അപ്പോൾ കുട്ടികൾക്ക് വരെ ഞങ്ങൾ വന്നതിന് ശേഷം കുട്ടികൾക്കൊന്ന് റിലാക്സ് ചെയ്യാൻ കഴിഞ്ഞത്. അതുവരെ ഒരു ഭയങ്കര ഒരു ഭീകരാവസ്ഥ ഇവിടെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നതായിരുന്നു കുട്ടികളുടെ അടുത്ത്. ഇപ്പോൾ ഇത് ഇവിടുത്തെ ഒരു പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഒക്കെ ആയിരുന്നു മുനിസിപ്പാലിറ്റി, ഇവിടുത്തെ കൗൺസിലറാണ്. അദ്ദേഹം ഇവിടുന്ന് ഫോൺ എടുത്ത് ഒന്ന് വീഡിയോ എടുത്തതിന് ആ ലേഡി വന്നിട്ട് അപ്പം തന്നെ ഡിലീറ്റ് ചെയ്യിച്ചു.
അത് ഇവിടെയുള്ള വിവരങ്ങൾ പുറത്തു പോകുന്നതിനാണോ എന്നറിയില്ല. ഈ കുട്ടികളെ വരെ ഇവർ പേടിപ്പിച്ച് നിർത്തിയത് പോലെയാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. കാരണം കുട്ടികളോട് ചോദിക്കുമ്പോൾ പലരും വ്യക്തമാകുന്നില്ല. കൂടാതെ ഇവരുടെ ഒഫീഷ്യൽസ് ആയിട്ടുള്ള ആളുകൾ കുട്ടികളെ നോക്കിയിട്ട് ഭയപ്പെടുത്തുന്ന രീതിയിലും നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഇവിടെ എന്താണ് നടക്കുന്നത്, എന്തായിരുന്നു എന്നത് പുറത്തു പറയരുതെന്ന് പറഞ്ഞുകൊണ്ടാണ് കുട്ടികളെ വിടുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ആരും തന്നെ നമ്മളോട് എന്താണ് ഇവിടുത്തെ കാര്യങ്ങൾ പ്രതികരിക്കാൻ തയ്യാറാകുന്നില്ല. പക്ഷേ ആൺകുട്ടികൾക്കാണ് കൂടുതലും ഇത്തരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടത്. അവരെയാണ് ഈ ഇത്തരത്തിൽ അടിക്കുകയും ഈ ഇടിവള പോലെയുള്ള ഈ ആർമി ഒഫീഷ്യൽസിന്റെ കയ്യിലുള്ള വള ഉപയോഗിച്ച് മർദ്ദിച്ചു എന്നാണ് നമ്മളോട് പല കുട്ടികളും വ്യക്തമാക്കിയത്. കൂടാതെ ഭക്ഷണം കഴിക്കാനും കുടിക്കാൻ തന്ന വെള്ളത്തിൽ പോലും പ്രശ്നമുണ്ടായി എന്നാണ് ഇവർ വ്യക്തമാക്കുന്നത്. ഇപ്പോൾ ഇവിടെയുള്ള കുട്ടികളൊക്കെ, അതായത് കുട്ടികളൊക്കെ ഇവിടെ വീട്ടിലേക്ക് മടങ്ങുകയാണ്. ഇവിടെ അതായത് പെൺകുട്ടികൾ താമസിക്കുന്ന സ്ഥലത്ത് വലിയ രീതിയിലുള്ള പ്രശ്നമില്ലെന്നാണ് നമുക്ക് വരുമ്പോൾ മനസ്സിലാകുന്നത്. കാരണം ഇവിടെയുള്ള കുട്ടികളെ നിലവിൽ ഒരുപാട് പേരെ ആശുപത്രിയിൽ എത്തിച്ചു. ശരി, ആരോഗ്യ ക്യാമ്പിൽ ഭക്ഷ്യവിഷബാധ ഉണ്ടായിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. തൃക്കാക്കര KMM കോളേജിലെ ക്യാമ്പിൽ പങ്കെടുത്ത 70 വിദ്യാർത്ഥികളെ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്.